ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു കിഡിലൻ റൈസ് റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ഇതൊരു വെറൈറ്റി റൈസ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള എന്താ പറയുക, നമുക്കൊരു പാർട്ടിയിലൊക്കെ സ്റ്റാർ ആകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ചിക്കനൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നമ്മൾ എടുക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഫുൾ ചിക്കനിൽ ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന ഒരു മീഡിയം സൈസ് വലുപ്പമല്ല, അങ്ങനെ അല്ലെങ്കിൽ ബിരിയാണി പീസില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും എടുക്കാട്ടോ. ഇതിപ്പോൾ നമുക്ക് മന്തിയിലേക്ക് ഉടഞ്ഞു പോവും, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഈ ഒരു റൈസിലേക്ക് വരുന്നില്ല. നമ്മൾ ചിക്കൻ വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റൈസിൻ്റെ പേര് ചിക്കൻ മസാല ഷവായ മന്തി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ചിക്കൻ ഞാൻ ഈ ഒരു പീസ് ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണ്. നമുക്ക് അൽഫാം അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള വലുപ്പമുണ്ടല്ലോ, അത്രയും പീസ്. നിങ്ങൾക്ക് ഇത്രയും വലുപ്പത്തിൽ എടുക്കണം എന്നില്ല. സാധാരണ നമ്മൾ ബിരിയാണി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബിരിയാണിക്ക് എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലും എടുത്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കിയിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഒന്ന് വെള്ളം പോകാനൊക്കെ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി അതിലേക്ക് കുറച്ചൊരു മസാല നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 കഷ്ണം പട്ട, ഒരു 8 ഏലക്ക, ഒരു 8 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് ചെറിയ ജീരകം വേണേ. ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് ഒരു 3/4 കിലോ റൈസാണ് കേട്ടോ. 3 കപ്പ് റൈസ്. പിന്നെ ചിക്കൻ എടുത്തിട്ടുള്ളത് കുറച്ച് 1 കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മന്തിയിലേക്കൊക്കെ നിങ്ങൾക്ക് ചിക്കൻ എത്ര വേണമെങ്കിലും എടുക്കാം. 3/4 കിലോ മാത്രമായിട്ട് എടുക്കാം, 1 കിലോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് നമ്മൾ റൈസിനെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ചിക്കൻ എത്ര പീസ് വേണോ അതിനനുസരിച്ച് പീസ് എടുത്തോ. അപ്പോൾ അതാ ഞാൻ 2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തു, ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പം നിങ്ങൾ സ്പൂണ് നോക്കണ്ട, എൻ്റെത് ഞാൻ പറയുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 4 ടേബിൾ സ്പൂണാണ് ഞാൻ മല്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 2 തക്കാളി, ഞാൻ പറഞ്ഞല്ലോ 3/4 കിലോ 3 കപ്പ് അളവിലുള്ള ആണ് റൈസിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. 2 തക്കാളി, അതുപോലെ തന്നെ 2 സവാളല്ലേ, അത് 2 ചെറിയ സവാളയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ അത്ര തന്നെ എടുത്തോ കേട്ടോ. ഈ സവാള ചേർക്കുന്നതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ഒരു മസാലയ്ക്ക്. ഇനി നമുക്ക് ഈ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ വേണം കേട്ടോ ചെയ്യാൻ. നിങ്ങൾക്ക് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും ആവണ്ട, ഞാൻ കാണിച്ചു തരാം. എന്നാൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരികയും വേണം കേട്ടോ. അത്രയും കളർ ചേഞ്ച് ആവണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ആയിട്ട് വരും, പെട്ടെന്ന് തന്നെ ആയിട്ട് വരും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്തോ, പക്ഷേ കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുവേ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇത്രയും മതി കേട്ടോ. ഇത്രയും നമ്മൾ ആക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ ഒരുപാട് അങ്ങ് ഡാർക്കായി പോകരുതേ. നമ്മൾ മസാലയ്ക്കൊരു വേറെ തന്നെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കട്ടെ. ഈ ഓയിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഓയിൽ അപ്പോൾ അത് വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ സവാള നല്ല കറക്റ്റാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ സവാള അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാശ്മീരി ചില്ലി ഇല്ലേ, ഉണക്കമുളക്, നമ്മളെ കാശ്മീരി ചില്ലി അതെടുക്കുക. അതൊരു അതായത് 3 കപ്പിലേക്ക് 3 കപ്പ് റൈസിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു 20 കാശ്മീരി ചില്ലി കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ വെള്ളം ചേർക്കുന്നില്ല, ഇത്രയും വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ മുളക് മുഴുവനായിട്ട് തന്നെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക്, നിങ്ങൾ എരിവുള്ള മുളക് എടുക്കരുത് കേട്ടോ. കാര്യം നല്ല എരിവായിട്ട് പോകും. നമുക്ക് മസാല വേണം, അതിനാണ് ഇത്ര മുളക് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ കുറയ്ക്കുകയൊന്നും ചെയ്യണ്ട, കൂട്ടുകയും ചെയ്യണ്ട. അപ്പോൾ അത്രയും തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള അതെല്ലാം കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. സവാള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് അളവ് കുറയരുത് കേട്ടോ. ഇതിനേക്കാളും കൂടുതലും വേണ്ട, പക്ഷേ ഇത്ര നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണേ. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷവായക്ക് കിട്ടുക. ആദ്യം ഷവായ അടിപൊളിയാവണം കേട്ടോ, എന്നാലാണ് നമ്മളെ റൈസ് അടിപൊളിയാവുക. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തു. നിങ്ങൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ അരയുന്നില്ലെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനിലേക്ക് ഇനി നമ്മൾ ഈ ഒരു മസാല മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ഇത്രയും മസാല വേണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത്രയും മസാല നമുക്ക് വേണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 കിലോയിലെ മേലെയുണ്ട് ചിക്കന്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ചിക്കൻ ഒരു 3/4 കിലോ ഒക്കെ എടുക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 പച്ചമുളക് അതിൽ നിന്ന് അല്ല സോറി 4-5 അതായത് ഉണക്കമുളക് അതിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ബാക്കിയെല്ലാം നമ്മൾ മസാലയിൽ ചേർത്ത് കൊടുത്തില്ലേ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിലെ ഓരോ ഭാഗത്തേക്കും മസാലയൊക്കെ ആകുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷവായ മന്തി ഉണ്ടാക്കാനായിട്ടില്ലേ, ഈ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ പണിയൊന്നും അല്ല, എല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. പക്ഷേ ഒരു ഭാഗം ഇതേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ഇനി വേഗം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ചിക്കൻ എല്ലാ ഭാഗത്തേക്കും മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ 1 മണിക്കൂറെങ്കിലും എന്തായാലും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും പ്രത്യേകിച്ച് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ആ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് നല്ല പിടിച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും എന്തായാലും ഒന്ന് ചെയ്ത് വെക്കാം. നമ്മൾ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യം തന്നെ ഇതങ്ങോട്ട് ചെയ്ത് വെച്ചോട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. റൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ആണ്. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഗോൾഡ് റൈസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ല ബസ്മതി റൈസ് ഇല്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് ഒരു 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ അവിടെ കുതിരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നിരത്തി തന്നെ വെച്ച് കൊടുക്കണമെന്നില്ല, മുകളിലേക്കായിട്ടും വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിക്കൻ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അതിലുള്ള ആ ഒരു പാത്രത്തിലുള്ളൊക്കെ മസാല ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വടിച്ച് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊട്ടും വേസ്റ്റ് ആവില്ല. നമുക്ക് ആ മസാല വേണം കേട്ടോ. നിങ്ങൾ മസാല കാണുമ്പോൾ ഓവറാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ അതിൽ കാര്യമില്ല കേട്ടോ. അപ്പം അത്രയും നമുക്ക് വേണം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളമൊന്നും നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ചിക്കനിന് ഇറങ്ങുന്ന വെള്ളം തന്നെ അത്യാവശ്യം ഉണ്ടാവുക. നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മുക്കാൽ കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിലിൻ്റെ കാര്യം നിങ്ങൾക്ക് കൂട്ടിയ കുറക്കൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതൊരു കറക്റ്റ് അളവാണ്. ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അപ്പോൾ അങ്ങനെ എയർലൈൻ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ചിക്കൻ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പം നിങ്ങളെ കുക്കറിൻ്റെ ഒരു ഇതിനനുസരിച്ച് പെട്ടെന്ന് വെന്ത് പോവുക അല്ലെങ്കിൽ വേവാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. പെട്ടെന്ന് വെന്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ 2 വിസിലടിക്കണ്ട, അല്ലെങ്കിൽ എയർ കുറച്ച് കളയുക, അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. അറിയാമല്ലോ, നമ്മൾ റൈസൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വെന്ത് പോകരുത്. ചിക്കൻ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മുരിപ്പിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് ചിക്കൻ കുക്കായിട്ടില്ലെങ്കിൽ അങ്ങനെയും കുക്കാക്കിയിട്ട് എടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് അതിൽ നിന്ന് ആ ഒരു ഗ്രേവിയിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടേ. ഇനി ആ മസാലയിലുള്ള ഓയിലില്ലേ, മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഓയിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഓയിൽ മാത്രം പോരാ, ഒരു 2-3 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ മസാലയും കൂടെ ഇങ്ങെടുക്കുക കേട്ടോ. ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഓയിലിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓയിലൊന്നും സെപ്പറേറ്റ് എടുക്കുന്നില്ല, ഇതിൽ തന്നെയാണ് നമ്മൾ ഫുൾ കുക്കിംഗ് നടക്കുന്നത്. ഇനി കുക്കറിൽ ബാക്കിയുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, ആ മസാല നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും കേട്ടോ, ഗ്രേവി ഉണ്ടാവുക. അപ്പോൾ അത് വറ്റി വരുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളെ ചിക്കനിൽ വേവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രേവിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ആ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ, മേലെ വെച്ച് കൊടുക്കരുത്. ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ 2 പാനിലേക്കായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്ത് ഇതിൽ നിന്ന് കുക്കാക്കി എടുത്തിട്ട് 2 പാനിലേക്കാക്കിയിട്ട് ഇങ്ങനെ മോരിപ്പിച്ച് ഇങ്ങനെ ഗ്രേവി ആക്കിയിട്ട് എടുക്കണം നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആ മസാല ആ ചിക്കനിൽ ഇങ്ങനെ ഇങ്ങനെ കോട്ട് നമ്മൾ ഷവായ കഴിക്കൂലേ, അതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് വരണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച ഓയിലുണ്ടല്ലോ, ഓയിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക. ആ ഒരു മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, പിന്നെ ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 മാഗി ക്യൂബ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഇനി ഇതിലേക്ക് നമ്മൾ മന്തി മസാല നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ കണ്ടു നോക്കിക്കോ. നല്ല കിടിലൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 ടീസ്പൂൺ ഈ ഒരു അളവിലേക്ക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ പുതിനയില, അതും കൂടെ മിൻറ്റ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില വേണ്ട, വഴറ്റിയൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഈ റൈസിന് ഗോൾഡ് റൈസിന് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിക്ക്, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെല്ല ബസ്മതി റൈസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ വെള്ളത്തിലേക്ക് നമ്മൾ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, നമ്മൾ മസാല ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഇതാണ് ഈ റൈസിന് ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മളിതിൽ ചിക്കനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, പക്ഷേ എന്നാലും ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ റൈസിന് കിട്ടും കേട്ടോ. ഇനി വെള്ളം തിളക്കൊന്നും വേണ്ട, ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആദ്യം തന്നെ നിങ്ങൾ കൂടുതൽ വെള്ളം കണ്ടിട്ട് ഇട്ട് കൊടുക്കരുത്. കാര്യം മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും കേട്ടോ. ബാക്കിയുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കർ അടച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ എയറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുക കേട്ടോ. കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവുമേ. ഇനി നിങ്ങൾ സെല്ല ബസ്മതി റൈസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ റൈസ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസ് ആണെങ്കിൽ നിങ്ങൾ 15 മിനിറ്റ് മാത്രം കഴുകിയിട്ട് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് കുക്കറിൽ വെക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് തന്നെ വെള്ളം മതി കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം റൈസ് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുക. എയറെല്ലാം പോയതിന് ശേഷം എയറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുക കേട്ടോ. കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ 2 റൈസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ചിക്കനെല്ലാം ഇങ്ങനെ നന്നായിട്ട് ആ മസാലയൊക്കെ കോട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഞാൻ ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ടോ അതൊക്കെ എന്തെങ്കിലും ഒന്ന് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ സ്മോക്ക് കൊടുക്കൂലേ, കുറച്ച് ബട്ടർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി സാലഡ് ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മാങ്ങയിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, സവാള, ആപ്പിൾ, നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണുള്ളത് അത് നിങ്ങൾക്ക് എടുക്കുക. കുക്കുംബർ ചേർത്ത് കൊടുക്കുക, കാബേജ് ചേർത്ത് കൊടുക്കുക, ക്യാരറ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിഷ്ടത്തിനനുസരിച്ച് കേട്ടോ, പുളിപ്പും മധുരമൊക്കെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആക്കിയിട്ട് എടുക്കുക. ഒരു സ്പെഷ്യൽ സാലഡ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അല്ലാണ്ട് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ, എനിക്ക് ഈ മാങ്ങ സീസൺ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉപ്പും പുളിപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ട്, റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കണ്ട. ഒരു 10-15 മിനിറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ അടച്ച് വെച്ചോട്ടോ. എന്നതിന് ശേഷം വേണം കഴിക്കാൻ. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നുകൂടി ടേസ്റ്റ് ആട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മന്തീൻ്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സാലഡ് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് പഴുത്ത മാങ്ങ ഇല്ലെങ്കിൽ, പഴുത്ത മാങ്ങ ഇപ്പോൾ ഷോപ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ തീർന്നു പോയാലും, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കുക. പഴുത്ത മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ ചനച്ച മാങ്ങയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ അരച്ചിട്ട് എടുക്കുക. പക്ഷേ നിങ്ങൾ 1-2 ടീസ്പൂൺ മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടി വരുവേ. അപ്പം നമ്മളെ റൈസ് എയറിലും പോയിട്ട് അവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഡിപ്പും കൂടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഷോർട്സ് ആയിട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള, മറ്റേത് കുറച്ച് സ്വീറ്റ് ആണല്ലോ, അപ്പോൾ ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിപ്പും കൂടിയാണ്. അപ്പോൾ നമ്മളെ കുക്കർ എയറിലും പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയതാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാം നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ റൈസൊന്നും ഒന്നിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല റൈസ് കേട്ടോ. അത് അടിയിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടിയിൽ പിടിക്കുക ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും പ്രശ്നമില്ല. തണുത്താലും ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം എയറെല്ലാം പോയതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുക്കായിട്ടുള്ള
റൈസ് നല്ല ഇതുപോലെ തന്നെ കിട്ടുക. ഇതിൽ ഒന്നും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല കിടിലനായിട്ടുള്ള നമ്മളെ ഷവായ ചിക്കൻ ഷവായ മന്തി കിട്ടുന്നതാണ്. ഇത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ മന്തി ഉണ്ടാക്കിയവരല്ലേ എല്ലാവരും, സ്പെഷ്യൽ മന്തി, ആ ഒരു മന്തി വരെ നമ്മൾ മാറ്റി വെക്കും കേട്ടോ. ഈ ഒരു റൈസ് നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, ഈ ഒരു ഷവായ മന്തി നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ പോലെ അതിൻ്റെ അപ്പുറത്താണ്. എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇതാ നല്ല കറക്റ്റായിട്ട് ആ സ്മോക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൈസിലേക്ക് സ്മോക്കൊന്നും കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ചിക്കനിൽ മാത്രമാണ് കേട്ടോ സ്മോക്ക് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ റൈസിൻ്റെ മുകളിൽ ഞാൻ ചിക്കനൊക്കെ ഇതാ ഇതുപോലെ നിരത്തി വെക്കുന്നുണ്ട്. ഈ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് ആണ് ആക്കുന്നതെന്ന് വിചാരിച്ചിട്ട് റൈസിന് ഫ്ലേവർ ഇല്ല, അങ്ങനെയൊന്നും പ്ലെയിൻ റൈസ് ആവും നിങ്ങൾ ചിന്തിക്കേണ്ട. നല്ല നമ്മൾ ആ ഒരു എണ്ണയും ചിക്കൻ്റെ ആ ഒരു ചിക്കൻ വെന്ത ആ ഒരു എണ്ണ നമ്മൾ എടുത്തിട്ടില്ലേ, അതുപോലെ തന്നെ മസാല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. ഫ്ലോപ്പ് ആവാത്ത നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സാധനം. എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വിരുന്നുകാരോ ഒക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ നമ്മളെ ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും. പിന്നെ ചിക്കൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതോ ഒക്കെ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇത്രയും വലിയ പീസാകുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒറ്റ പീസ് ഇങ്ങനെ മതി കേട്ടോ. ഇങ്ങനെ കണക്കാക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരൊറ്റ പീസ് തന്നെ മതിയാവും, ധാരാളം. നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിന് അത്ര തന്നെ മതിയായിരിക്കും. പിന്നെ ചിക്കൻ, അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പമാണെങ്കിൽ 2 പീസൊക്കെ ഒരാൾക്ക് കണക്കാക്കിയിട്ട് അങ്ങനെ നമുക്ക് കണക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസ്, ഇത്രയും റൈസ് നമുക്ക് ഒരു 8 പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കണക്കാക്കിയിട്ടുള്ള ചിക്കൻ പീസാണ് ഞാൻ 10 പീസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ടായിരുന്നേ. 8 പീസ് തന്നെ ചിക്കനും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. കാര്യം ഇത് ഉടഞ്ഞു പോകാനൊന്നും ഇല്ലല്ലോ, ചിക്കനൊക്കെ അങ്ങനെ തന്നെ കിടന്നോളൂ, നമ്മളിങ്ങനെ മൊരിപ്പിച്ചിട്ട് എടുക്കല്ലേ. അതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിൽ ഈ ഒരു മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടേ അതിങ്ങനെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഉണ്ടാക്കിയിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.